ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ചിക്കൻ ഫ്രൈക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ജീരകത്തിൻ്റെ പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സാക്കി എടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കോൺഫ്ലവറും കൂടെ മിക്സാക്കി എടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കോൺഫ്ലവർ മാത്രമായിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2.5 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുക. നാരങ്ങാനീരിന് പകരമായിട്ട് നമുക്ക് വിനാഗിരി അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു വലിയ നാരങ്ങയുടെ നീരാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നല്ലോണം കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഈ ഒരു ചിക്കനിലേക്ക് നല്ലോണം പിടിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായ എണ്ണയിലാക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ഒരു 1-2 മിനിറ്റ് ഈ ഒരു ചിക്കന് ഇളക്കാതെ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ അതിലുള്ള മസാലയൊക്കെ അതിൽ തന്നെ നമുക്ക് പിടിച്ചു കിട്ടും. അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് ഭയങ്കര ഹാർഡായിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗവും നന്നായിട്ട് ഇളക്കി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് 1-2 മിനിറ്റ് നേരം ഇളക്കാതെ അങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നീട് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് ഒരു 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ വറുത്ത് കോരിയിട്ട് നമുക്ക് ചിക്കന് മേലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്